സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. നോമിനേറ്റ് ചെയ്ത ഒരു ഗവർണർ തൻ്റെ പരിധിക്കുള്ളിൽ നിൽക്കണം. പക്ഷേ ഒരു റബ്ബർ സ്റ്റാമ്പാണ് എന്ന് കരുതുന്നത് ശരിയല്ല. സംസ്ഥാന ഗവൺമെൻറ്റും ഗവർണറും യോജിച്ചു നിന്ന് പ്രവർത്തിച്ചാൽ ജനങ്ങൾക്കാണ് അതിൻ്റെ പ്രയോജനം. ആനന്ദം എന്നതിനർത്ഥം മമത എന്നതിനർത്ഥം ഏതാണ്ട് ഒന്ന് തന്നെയാണ്. ചട്ടിങ്കലോ ആകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും. പശ്ചിമ ബംഗാളിലെ യൂണിവേഴ്സിറ്റിയിൽ അഴിമതി കൂടുതലുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റിയിൽ അഴിമതി കുറവാണ്. വിദ്യാഭ്യാസ മന്ത്രി ജയിലിലായി, അദ്ദേഹത്തിൻ്റെ കൂട്ടിരിക്കട്ടെ എന്ന് കരുതി വനംവകുപ്പ് മന്ത്രി ഇപ്പോൾ ജയിലിലുണ്ട്. ഇപ്പോഴും ഗുണ്ടാരായി നടക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിലുമുണ്ട്, വിശേഷം ഗ്രാമപ്രദേശങ്ങളിൽ. ബംഗാളിൽ ലഹരി പദാർത്ഥങ്ങൾ കടത്തുന്നത് ബംഗ്ലാദേശ് ബോർഡറിലൂടെയാണ്. ധാരാളം ലഹരി പദാർത്ഥങ്ങൾ ഇന്ത്യയുടെ മറ്റ് സ്ഥലങ്ങളിലേക്ക് വരുന്നതും ബംഗാൾ വഴിയാണ്. അഴിമതിക്കും അക്രമത്തിനുമെതിരെ സന്ധിയില്ലാ സമരം തന്നെ തുടരും. ആദരണീയനായ പശ്ചിമ ബംഗാൾ ഗവർണറും പ്രമുഖ എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ ശ്രീ CV ആനന്ദബോസാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ CV ആനന്ദബോസ് സാർ. പശ്ചിമ ബംഗാൾ ഗവർണറായി 2 വർഷം ഈ കഴിഞ്ഞ നവംബറിൽ പിന്നിട്ടു. ഇപ്പം ഗവർണർ ജനങ്ങളോടുള്ള അടുപ്പം അല്ലെ ജനസമ്പർക്കം കൂട്ടുന്ന ഔട്ട്റീച്ച് പ്രോഗ്രാം വളരെ വിപുലപ്പെടുത്തിയതായി അറിയുന്നു. എങ്ങനെയുണ്ട് ഈ 2 വർഷം പിന്നിട്ട ശേഷം? ഈ 2 വർഷവും ബംഗാളിലെ ജനങ്ങളുമായി ഒരു ആത്മബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമമുണ്ടായിരുന്നു. അതിൻ്റെ പ്രതികരണവും വളരെ മികച്ചതാണ്. 3-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ സമയം ജനങ്ങൾക്കിടയിൽ ചെലവാക്കണം എന്നൊരു തീരുമാനമായി 250ഓളം ഗ്രാമപ്രദേശങ്ങൾ നേരിട്ട് പോയി കാണാനും ജനങ്ങളുമായി ഇടപഴകാനുമുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ രൂപം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തുടക്കം നമ്മുടെ ബംഗ്ലാദേശ് ബോർഡറിൽ ഉള്ളൊരു ഗ്രാമത്തിലാണ് തുടങ്ങിയത്. സുന്ദർബൻസിലാണ്. അത് വളരെ വിജയകരമായിരുന്നു. 2200-ലധികം ഗ്രാമീണർ വന്നു. അവർക്ക് പല ഗവൺമെൻറ്റിൻ്റെ സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അടുത്തത് ഒരു ട്രൈബൽ ഏരിയയിൽ പോവുകയാണ്. ഇതിപ്പോൾ അങ്ങ് കൊല്ലം കളക്ടറായിരിക്കുന്ന സമയത്ത് വയലിൽ നിന്നും വയലിലേക്ക് എന്നുള്ള രീതിയിലൊരു വിപുലമായ ജനസമ്പർക്ക പരിപാടി നടത്തിയായിരുന്നു. അത് പിന്നീട് വന്ന സർക്കാരുകൾ പല പേരുകളിൽ അത് അനുകരിക്കുകയും ചെയ്തു. ആ രീതിയിലുള്ള പരിപാടിയാണോ ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ബംഗാളിന് ചേർന്ന രീതിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ്. ജനഗണമന എഴുതിയ കവിഗുരു രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ സ്ഥലമായതുകൊണ്ട് ഇതിന് ജൻ ഗൺ കി മൻ എന്നൊരു പേര് കൂടി കൊടുത്തിട്ടുണ്ട്. ജനങ്ങളുടെ മനസ്സ് ഒപ്പിയെടുക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഇത് നടത്തുന്നത്. അതുപോലെ ഈ ട്രൈബൽ ഏരിയയിൽ ആദിവാസി ഗ്രാമങ്ങളിലേക്ക് പോവുക എന്നത്, അതിനായി കഴിഞ്ഞ വർഷം തന്നെ, അത് 1-ാം വർഷം പൂർത്തിയാക്കിയപ്പോൾ ഒരു ട്രൈബൽ അഫയേഴ്സ് സെൽ രാജ്ഭവനിൽ തുടങ്ങുകയുണ്ടായി. അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഏതാണ്ട് എല്ലാ യൂണിവേഴ്സിറ്റികളിലും സ്കൂൾ ഓഫ് ട്രൈബൽ അഫയേഴ്സ് തുടങ്ങി. അതിൻ്റെ എല്ലാം സംയുക്ത ആഭിമുഖ്യത്തിലാണ് ട്രൈബൽ വിസിറ്റ് നടത്തുന്നത്. ഇപ്പോൾ അങ്ങ് ഗവർണറായ ശേഷം പ്രധാനമായിട്ടും വന്നൊരു പരിഷ്കാരം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നത് ജൻ രാജ്ഭവൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. അത് ജനങ്ങൾക്ക് എപ്പോഴും വന്ന് കയറാവുന്ന ഒരിടമായി രാജ്ഭവനെ മാറ്റി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത് പിന്നീട് രാഷ്ട്രപതി വിളിച്ച് ചേർത്ത ഗവർണേഴ്സ് കോൺഫറൻസിലും അത് വലിയ ചർച്ചയായി എന്ന് പറഞ്ഞു. ഇപ്പോൾ എങ്ങനെയുണ്ട് ആ ഒരു പരിപാടി, ജനങ്ങളുടെ ഒരു ആഭിമുഖ്യവും ഇതെല്ലാം? ജൻ രാജ്ഭവൻ എന്ന സങ്കല്പം, അതിൽ ഉദ്ഘാടനം നിർവഹിച്ചത് തന്നെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. അതിൻ്റെ പ്രതീകമായിട്ടുള്ളൊരു താക്കോല് ബംഗാളിൻ്റെ മുഖ്യമന്ത്രി ശ്രീ മമതാ ബാനർജിക്ക് നൽകിക്കൊണ്ടാണ് രാഷ്ട്രപതി ഇതിൻ്റെ ഉദ്ഘാടനം തുടങ്ങിയത്. ഇത് ഗവർണർമാർ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്നും രാജ്ഭവനിൽ സാമാന്യ ജനങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കരുതെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഗവർണർമാർ ശ്രമിക്കണമെന്നും കഴിഞ്ഞ ഗവർണേഴ്സ് കോൺഫറൻസിൽ നിർദ്ദേശമുണ്ടായി. ഇന്ന് ഏതാണ്ട് എല്ലാ ഗവർണർമാരും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ശൈലി കാണുന്നുണ്ട്. അത് ഭരണഘടനാപരമായി നോക്കിയാലും വളരെ ശരിയാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത് ജനങ്ങളാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഗിവ് ടു അവർസെൽവ്സ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അപ്പോൾ ഗവർണർമാരെ നിയമിക്കുന്നത് ഔദ്യോഗികമായിട്ട് രാഷ്ട്രപതിയാണെങ്കിലും അതിൻ്റെ അനുവാദം കൊടുക്കുന്നത് ജനങ്ങളാണ്. അതുകൊണ്ട് ഒരു ഗവർണറുടെ 1-ാമത്തെ കടമ ജനങ്ങളോടാണ്, 2-ാമത്തെ കടമ ജനങ്ങളോടാണ്, 3-ാമത്തെ കടമയും ജനങ്ങളോടാണ്. ഗവർണർ ഇങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് ഇലക്റ്റഡ് ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾക്ക് അതൊരു അലോസരം ഉണ്ടാക്കുമോ? പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കം ഉള്ളവർക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാം. പക്ഷേ തെറ്റിദ്ധാരണകൾ പറഞ്ഞ് തീർക്കാൻ കഴിയണം. പിന്നെ ഗവർണർ ചെയ്യുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനെതിരല്ല എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ ആ മാറ്റം ഉണ്ടാകും. ഒരിക്കലും ഒരു ഗവർണർ
തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരായി നിൽക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ പ്രകടമായ മുഖം തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ്, മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ്. ഗവർണർ നോമിനേറ്റ് ചെയ്യപ്പെട്ടയാളാണ്. എന്നാൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടയാൾക്കും ഭരണഘടനയിൽ ഒരു വ്യക്തമായ ചില മാനദണ്ഡങ്ങളുണ്ട്, ചില ചുമതലകളുണ്ട്. ആ ചുമതലകൾ വിതൗട്ട് ഫിയർ ഓർ ഫേവർ നടപ്പാക്കാൻ ഗവർണർമാർക്ക് കഴിയണം. സാറ് ബംഗാളിലേക്ക് ഗവർണറായി നിയമിതനാകുമ്പോൾ ഒരു ആശങ്കയെന്ന് പറയുന്ന അവിടുത്തെ മുഖ്യമന്ത്രിയുമായിട്ട് ഏത് രീതിയിലായിരിക്കും ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളതായിരുന്നു. പക്ഷേ തുടക്കത്തിൽ വളരെ സൗഹൃദപരമായി, ഇടയ്ക്ക് വീണ്ടും അതൊരു അകൽച്ചയിലേക്ക് വന്നു. ഇപ്പോൾ വീണ്ടും ആ ഒരു പഴയ രീതി പുനഃസ്ഥാപിച്ചു എന്നും കേൾക്കുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? അത് മുത്തശ്ശിമാർ പറയുന്ന പോലെ ചട്ടിങ്കലോ ആകുമ്പോൾ തട്ടിമുട്ടിയൊക്കെ ഇരിക്കും. ആദ്യം വളരെ സ്നേഹമായിരുന്നു. പിന്നീട് രാഷ്ട്രീയം അതിൽ കലർന്നപ്പോൾ, വിശേഷം തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ പല തന്ത്രങ്ങളും പ്രയോഗിക്കും. അതിലൊരു തന്ത്രം ഗവർണർക്ക് എതിരെ തിരിഞ്ഞു എന്നത് ശരിയാണ്. പക്ഷെ അതിനെ ചെറുക്കേണ്ടതുപോലെ ചെറുത്തു. അപ്പോൾ മറുഭാഗത്തിന് മനസ്സിലായി അനാവശ്യമായ പോരിന് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവർ തന്നെ മുൻകൈയെടുത്തു. ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തു. വളരെ സൗഹൃദമായ നിലയിലേക്ക് ബന്ധം വീണ്ടും വന്നിട്ടുണ്ട്. അടുത്തിടെ രാജ്ഭവനിലേക്ക് മുഖ്യമന്ത്രി വരികയും ചെയ്തു തോന്നുന്നു. അതെ. മറ്റൊരു കിഞ്ചന വർത്തമാനമല്ല, ഈ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുടെ ദേശീയ നയം അല്ലെങ്കിൽ കോൺഗ്രസിനോടുള്ള നിലപാട് അവർ കടുപ്പിക്കുകയും ബി ജെ പി ഗവൺമെൻറ്റിനോടുള്ള ഒരു ആഭിമുഖ്യത്തിൽ ചെറിയ ഒരു അയവ് വരികയും ചെയ്തു. ഇതിൽ ബംഗാൾ രാജ്ഭവന് വല്ല റോളുമുണ്ട്? ആ ചോദ്യം ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ട് ഉത്തരം തരുന്നില്ല. എന്തായാലും ഇപ്പം വളരെ രമ്യതയിലായി അവിടുത്തെ കാര്യം. ഇപ്പം കേരളത്തിൽ പുതിയ ഗവർണർ ചുമതലയേറ്റായിരുന്നു. അങ്ങ് ആ ചടങ്ങിൽ പങ്കെടുക്കാനും എത്തി. അത് യാദൃച്ഛിക വന്നതാണോ അതോ സൗഹൃദം ഉള്ള ആളാണ്? എനിക്ക് അദ്ദേഹത്തെ അറിയാം, എല്ലാ ഗവർണർമാരെയും അറിയാം. അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് അഭിനന്ദിച്ചു. അദ്ദേഹം തന്നെ എനിക്കൊരു കത്തയച്ചു, സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്തിയത്. അദ്ദേഹം നല്ല സംഗീതാസ്വാദകനാണെന്നും കേട്ടു. അതെ. ഇതിന് മുമ്പ് ഇരുന്ന ഗവർണർ ഇപ്പോൾ ബീഹാർ ഗവർണറായി പോയി, ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ. അന്ന് അദ്ദേഹം ഉണ്ടായിരുന്ന കാലയളവിൽ വലിയൊരു സംഘർഷം കേരളത്തിലുണ്ടായിരുന്നു. അത് വാസ്തവത്തിൽ ഈ പറഞ്ഞ പോലെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റും ഗവർണറും തമ്മിലും ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് അത് സുഗമമായ ഭരണത്തിനൊരു ആയില്ലേ? ആരിഫ് ജി ഭരണതപ്രജ്ഞനായ ഒരു സ്റ്റേറ്റ്സ്മാനാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ഞാൻ ആളല്ല. അതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് കമൻറ്റ് പറയുന്നില്ല. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ഒരു പാരമ്പര്യമുള്ള ആളാണ് സാറ്. ഇപ്പം UGC ഒരു മാർഗരേഖ കൊണ്ടുവന്നു. അതിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് VC-മാരെ നിയമിക്കുന്നതിലടക്കം ചാൻസലറായ ഗവർണർക്കാണ് പൂർണ്ണ അധികാരം എന്നാണ് വരുന്നത്. അതിൻ്റെ മാർഗരേഖ കരട് പുറത്തു വന്നപ്പോൾ അതിനെ ഇപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള സർക്കാരുകൾ എതിർക്കുന്നുമുണ്ട്. എന്താണ് അഭിപ്രായം? ഉന്നത വിദ്യാഭ്യാസത്തെ, വിശേഷിച്ച് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തെ സ്വതന്ത്രമാക്കണം എന്നുള്ള നിർദ്ദേശം ആദ്യമായി വന്ന ഡോക്ടർ രാധാകൃഷ്ണൻ്റെ റിപ്പോർട്ടിലാണ്. അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു, ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക, അതിനുള്ള പണം കൊടുക്കേണ്ടതും ഗവൺമെൻറ്. എന്നാൽ യൂണിവേഴ്സിറ്റികളിലെ അക്കാഡമിക സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ ഗവൺമെൻറ്റുകൾ അനുവദിക്കരുത് എന്ന് ആദ്യം പറഞ്ഞത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അതിനുശേഷം ഇന്ത്യ തുടർന്ന് വരുന്ന ശൈലിയും അത് തന്നെയാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ്റെ റെഗുലേഷനിൽ ചില മാറ്റങ്ങൾ വരുത്തി. അത് കേന്ദ്ര ഗവൺമെൻറ് നടത്തിയൊരു മാറ്റമായതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഒരു ഗവർണർ എന്ന നിലയ്ക്ക് ഈ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് കേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യും. വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ ഗവർണർമാർക്ക് പൂർണ്ണ അധികാരം വേണ്ടുന്ന ആണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിലൂടെ എന്ത് പ്രതികരിക്കും? ഗവർണർമാർക്ക് പൂർണ്ണ അധികാരം നൽകിയിട്ടില്ല. ഇല്ല. ഒരു സെർച്ച് സെലക്ഷൻ കമ്മിറ്റിയാണ് സെലക്ഷൻ നടത്തുന്നത്. അതിൻ്റെ ഹെഡ് എന്നുള്ള നിലയ്ക്ക്, തലവൻ എന്നുള്ള നിലയ്ക്ക് ഉള്ള ചില അധികാരങ്ങൾ മാത്രമേ ഗവർണർക്ക് നൽകുന്നുള്ളൂ. അതിനെ ചില സംസ്ഥാന ഗവൺമെൻറ്റുകൾ, അത് സംസ്ഥാനത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. ഒരു ഫെഡറൽ സമ്പ്രദായത്തിൽ എല്ലാ കാര്യങ്ങളും എല്ലാവരും അംഗീകരിച്ചു കൊള്ളണം എന്നില്ല. സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനമാകാം, പ്രതിഷേധമാകാം. ആ പ്രതിഷേധം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിൻ്റെ അതിൻ്റെ വകുപ്പുകളും ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. ഇന്ത്യക്ക് ആന്തരിക ശക്തിയുണ്ട്. ഇതെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ ശുഭാപ്തി വിശ്വാസം. ഇപ്പോൾ ഈ VC നിയമനമായിട്ടുള്ള ഈ പ്രശ്നങ്ങളുടെ ഒരു പ്രധാന ഉറവിടം അല്ലെങ്കിൽ എന്ന് പറയുന്നത് ബംഗാളായിരുന്നു. അവിടെ സാരാധികാരത്തിൽ വന്ന ശേഷം പിന്നെ പല VC-മാരെയും ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയെങ്കിലും ഇൻ്ററിം VC എന്നുള്ള ഒരു കോൺസെപ്റ്റും ആദ്യമായി നടപ്പിലാക്കുകയും ചെയ്തു. ആ ഒരു സംഘർഷം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ഇപ്പോഴുണ്ടോ അതോ അത് പൂർണ്ണമായിട്ട് ഉടച്ച് വാർക്കപ്പെട്ടോ? ആദ്യം ചില
മുറുമുറുപ്പുകളുണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രി എന്നെ വന്ന് കണ്ടു. ഞാൻ മുഖ്യമന്ത്രി ബോധ്യപ്പെടുത്തി നമുക്ക് UGC റെഗുലേഷൻസിനകത്തും നിന്നുകൊണ്ടും സുപ്രീം കോടതി വിധികൾക്കുള്ളിൽ നിന്നുകൊണ്ടുമാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് ഏകദേശം അവർക്ക് ബോധ്യമായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ VCമാരെയും മെറിറ്റിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ ഞാൻ വയ്ക്കുകയായിരുന്നു. അതിൽ തന്നെ ചിലർ വളരെ അനാശാസ്യമായ പല കാര്യങ്ങളിൽ ഏർപ്പെട്ടു. അഴിമതി ഉണ്ടായി, രാഷ്ട്രീയവൽക്കരണം ഉണ്ടായി. ചിലരെക്കുറിച്ച് ഒരു പ്രൊഫസറെക്കുറിച്ച് അല്ലെങ്കിൽ വൈസ് ചാൻസലറെക്കുറിച്ച് പറഞ്ഞു കേൾക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങൾ കേട്ടു. അങ്ങനെ ചിലരെ നീക്കി, അല്ലാത്തവരെ തുടരാൻ സമ്മതിച്ചു. ഇന്ന് വരെ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ കൽക്കട്ട ഹൈക്കോടതി VCമാരെ നിയമിക്കാനും പുനർനിയമനം നൽകാനും അവരെ മാറ്റാനുള്ള പൂർണ്ണാധികാരം ചാൻസലർക്കാണ് എന്നൊരു വിധി പ്രസ്താവിച്ചു. ആ വിധിയെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തു. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു തൽക്കാലത്തേക്ക് സുപ്രീം കോടതി തന്നെ ഒരു സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയെ നിയോഗിക്കാം. ആ സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി ഒരു മുൻ ചീഫ് ജസ്റ്റിസിൻ്റെ അധ്യക്ഷതയിലായിരുന്നു. അവർ 3 പേര് നിർദ്ദേശിച്ചു. അതിൽ മുഖ്യമന്ത്രിയുടെ പ്രിഫറൻസ് മുഖ്യമന്ത്രിക്ക് നൽകാം, അത് വേണമെങ്കിൽ സ്വീകരിക്കാം, സ്വീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കാര്യകാരണസഹിതം തള്ളുകയും ചെയ്യാം. അതാണ് ഇപ്പോഴത്തെ നില. മുഖ്യമന്ത്രി തരുന്ന മുൻഗണനാ പട്ടികയിൽ പെട്ട ഒരാളെ സെലക്ട് ചെയ്യാമെന്നാണോ? മുഖ്യമന്ത്രിക്കും അങ്ങനെ വരാൻ പറ്റില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റി തന്ന ലിസ്റ്റിൽ നിന്ന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അത് സ്വീകാര്യമാണെങ്കിൽ സ്വീകരിക്കാം. എനിക്കതിലൊരു കടംപിടുത്തം ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി തന്ന ലിസ്റ്റ് അതിൽ 17 പേരെ ഞാൻ പോസ്റ്റ് ചെയ്തു. ബാക്കി 17 പേരുടെ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. ചിലരുടെ ആൻറ്റിസിഡൻസ് പരിശോധിച്ചപ്പോൾ അവർക്ക് ഇതിനുള്ള യോഗ്യതയില്ല എന്ന് തോന്നി. അതൊരു സീൽഡ് കവറിൽ സുപ്രീം കോടതിയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനിയും മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം പരിഹരിക്കുന്നതിൽ ഞാൻ തയ്യാറാണ്. അത് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അഴിമതി വളരെ കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും കൈക്കൂലി വാങ്ങുന്ന വൈസ് ചാൻസലർമാർ വരെ അവിടെ ഉണ്ടെന്ന് കേട്ടു. ശരിയാണോ? പശ്ചിമ ബംഗാളിലെ യൂണിവേഴ്സിറ്റിയിൽ അഴിമതി കൂടുതലുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റിയിൽ അഴിമതി കുറവാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ല, സാറ് തന്നെ നേരത്തെ പറഞ്ഞു ചില വളരെ മോശപ്പെട്ട ട്രാക്ക് റെക്കോർഡുള്ള ആൾക്കാരും ഇതിൽ ഈ പട്ടികയിൽ വന്നു, അങ്ങനെ വൈസ് ചാൻസലർമാരായി വന്നു. അതുകൊണ്ടാണ് ചോദിച്ചത്. അത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. അഴിമതി, രാഷ്ട്രീയവൽക്കരണം, ഭീഷണി, ഇത് മൂന്നും പശ്ചിമ ബംഗാളിലെ പല സർവകലാശാലകളുടെയും അന്തരീക്ഷം മലീമസമാക്കുന്നു എന്നുള്ള വളരെ യാഥാർത്ഥ്യമാണ്. അതിനെ നിയന്ത്രിക്കാനായി കഴിഞ്ഞ 2 വർഷമായി ശ്രമിച്ചു. ഒരു നല്ല പരിധി വരെ വിജയിക്കുകയും ചെയ്തു. ഒരു കാരണവശാലും അഴിമതി തടച്ചുവിടാൻ സമ്മതിക്കില്ല. അഴിമതിക്കും അക്രമത്തിനുമെതിരെ സന്ധിയില്ലാ സമരം തന്നെ തുടരും. വിദ്യാഭ്യാസ മന്ത്രി പോലും ജയിലിലാക്കപ്പെട്ട ഒരവസ്ഥ ഉണ്ടായിരുന്നല്ലോ അവിടെ. വിദ്യാഭ്യാസ മന്ത്രി ജയിലിലായി. അദ്ദേഹത്തെക്കുറിച്ചുള്ള 4ാമത്തെ പ്രോസിക്യൂഷൻ ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് സാങ്ഷൻ ചെയ്ത് കൊടുത്ത്. അദ്ദേഹത്തിൻ്റെ കൂട്ടിരിക്കട്ടെ എന്ന് കരുതി വനംവകുപ്പ് മന്ത്രി ഇപ്പോൾ ജയിലിലുണ്ട്. അത് ശരി. ഒരു അഴിമതിക്ക് കുറവില്ല. അഴിമതിക്ക് കുറവില്ല. ഇല്ല. ഇപ്പോൾ അഴിമതിക്ക് കുറവില്ലാത്തതുകൊണ്ടാണല്ലോ പലരും അഴിമതി അഴിക്കുള്ളിൽ കിടക്കുന്നത്. അങ്ങ് ഗവർണറായ സമയത്താണ് ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഭയങ്കരമായ വയലൻസ് വന്നപ്പോൾ അതിനെ നേരിടാൻ വേണ്ടിയുള്ളൊരു ശ്രമം ഉണ്ടായി. പലരും രാത്രി പോലും രാജ്ഭവനിൽ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുകയും അങ്ങ് നേരിട്ട് ഇടപെടുകയും ചെയ്തുകൊണ്ട് പല അക്രമങ്ങളും തടയാനും കഴിഞ്ഞിട്ടുണ്ട്. ആ അക്രമത്തിൻ്റെ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ടോ? അക്രമത്തിൻ്റെ അവസ്ഥയ്ക്ക് വളരെയധികം മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് വാർത്താമാധ്യമങ്ങളുടെ വിലയിരുത്തൽ. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഇടയ്ക്ക് ഏതാണ്ട് 150ഓളം സ്ഥലങ്ങളിൽ അക്രമ പ്രവർത്തനങ്ങൾ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ, അക്രമ പ്രവർത്തനം നടന്ന സ്ഥലങ്ങളിൽ, ആശുപത്രിയിൽ, വിക്ടിംസിൻ്റെ ഇരകളുടെ വീടുകളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പല അക്രമ പ്രവർത്തനങ്ങളും തടയാനും കഴിഞ്ഞിട്ടുണ്ട് സമയോചിതമായ ഇടപെടൽ കൊണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ, അതായത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ, ഈ കൊലപാതകം കുറഞ്ഞിട്ടുണ്ട് എന്ന് പല പത്രങ്ങൾ എഴുതുകയുണ്ടായി. അതിൻ്റെ ലാഞ്ചനകൾ പലയിടത്തും കാണുന്നുണ്ട്. ഇപ്പോഴും എവിടെയെങ്കിലും അക്രമ പ്രവർത്തനം സാധ്യതയുണ്ടെങ്കിൽ അവർ രാജ്ഭവനിലേക്ക് ഒന്നുകിൽ ഇമെയിലേക്കും അല്ലെങ്കിൽ നേരിട്ട് വിളിക്കും. ഞാനിവിടെ പോകാറുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് കൂച്ച് ബിഹാറിൽ അതുപോലെ അക്രമ പ്രവർത്തനം ഉണ്ടായി. ഞാനവിടെ വഴിയിൽ തന്നെ ഇറങ്ങി ജനങ്ങളുമായിട്ട് സംവദിച്ചു, അവരുടെ കയ്യിൽ നിന്ന് തെളിവെടുത്തു, നടപടികൾ സ്വീകരിച്ചു. ആ രീതിയിൽ പൊതുവേ ഒരു കുറവ്, പ്രത്യേകിച്ച് ബംഗാൾ ഒരു വയലൻസ് കൂടുതലുള്ള ഒരു സംസ്ഥാനമായിട്ട് പണ്ട് മുതൽ പറയാറുണ്ട്. കാരണം ഗുണ്ടാരാജ്യം, ചില മേഖലകൾ പോലും ഗുണ്ടകളുടെ കൈകളിലാവുന്നു. മാറി മാറി വരുന്ന ഭരണത്തിനനുസരിച്ച് ഗുണ്ടകൾ ആ പാർട്ടിയിലേക്ക് ചേക്കേറുന്ന സാഹചര്യം, അതിലൊക്കെ മാറ്റം വരുന്നുണ്ടോ? പല സ്ഥലങ്ങളിലും ഗുണ്ടാരാജാണ്. അത് നേരിട്ട് ബോധ്യമായിട്ടുള്ള കാര്യമാണ്. ഒരിക്കൽ കേരളത്തിൽ വന്നപ്പോൾ ആണ് സന്ദേശ് ഗലിയിൽ ഗുണ്ടാരാജിനെക്കുറിച്ച് കേട്ടത്. ഞാനവിടെ നേരിട്ട് ചെന്നു. ആ ഗുണ്ടയെ അറസ്റ്റ് ചെയ്യിച്ചു. അതിനുശേഷം ഗുണ്ടാരാജന് ഒരു ചെറിയ ശമനം വന്നിട്ടുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോഴും ഗുണ്ടാരാജ് നടക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിലുമുണ്ട്, വിശേഷം ഗ്രാമപ്രദേശങ്ങളിൽ. ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഒരു കാര്യം കൂടെ വിട്ടുപോയി. അതായത് ഈ
വി സിമാരെ നിയമിക്കുന്ന മാനദണ്ഡങ്ങളിൽ വ്യവസായികൾക്കടക്കം വി സിമാരാകാവുന്നുള്ളൊരു നിർദ്ദേശം കൂടി ഈ കരട് ഇതിലുണ്ട്. അതൊക്കെ ഏത് രീതി അക്കാഡമിക് നിലവാരത്തെ ബാധിക്കത്തില്ലേ? അതൊക്കെ വളരെയധികം ആലോചനകൾക്ക് ശേഷം കസ്തൂരി രംഗൻ്റെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ നാട്ടിലെല്ലാം പ്രധാനികളുമായിട്ട് വിദ്യാഭ്യാസ വിചക്ഷണന്മാരുമായും പണ്ഡിതന്മാരുമായും സാധാരണക്കാരുമായും പൊതുജനങ്ങളുമായും ഒക്കെ ചർച്ച നടത്തിയതിന് ശേഷമാണ് നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടാക്കിയത് എന്ന് നമുക്കറിയാം. കസ്തൂരി രംഗൻ ശാസ്ത്രജ്ഞനാണ്, അദ്ദേഹം ഒരു സൈദ്ധാന്തികൻ കൂടിയാണ്. വളരെ സൈദ്ധാന്തികമായ വിശകലനങ്ങൾക്ക് ശേഷമാണ് അധ്യാപകർ മാത്രം പോരാ, മറ്റ് രംഗങ്ങളിൽ പ്രഗത്ഭരെ കൂടി ഈ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പദവിയിൽ നിയമിക്കാൻ കാരണം ഒരു വൈസ് ചാൻസലറുടെ ജോലി അക്കാഡമിക് മാത്രമല്ല, അഡ്മിനിസ്ട്രേറ്റീവ് കൂടിയാണ്. ഇത് രണ്ടും ചേർത്തുകൊണ്ടാണ് ഇങ്ങനൊരു മാറ്റം വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പോസിറ്റീവായിട്ടുള്ളൊരു നീക്കമാണ്. മറ്റ് രാജ്യങ്ങളിൽ അങ്ങനെ ഉണ്ടല്ലോ. ഉണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരെ നിയമിക്കുന്ന കാര്യത്തിൽ നീറ്റ് യോഗ്യത വേണ്ട, അങ്ങനെയും കരട് റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. അത് അക്കാഡമിക് നിലവാരം കുറയ്ക്കുമെന്ന് പറഞ്ഞ് ഇപ്പം തന്നെ വെല്ലുവിളി പ്രതിഷേധങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ മീറ്റിങ്ങിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം അത് വിദഗ്ധ സമിതികൾ പരിശോധിച്ചതിന് ശേഷം എടുത്ത തീരുമാനമാണ്. അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. സർവകലാശാലകളുടെ കാര്യത്തിൽ അക്കാഡമികമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, സ്വാഭാവികമാണ്. അതൊരു ആരോഗ്യപരമായ പ്രവണത കൂടിയാണ്. അത് ചർച്ചകൾ നടക്കട്ടെ, ചർച്ചയിൽ നിന്ന് അവസാനം സത്യം ഉരുത്തിരിയും. ഇപ്പോൾ കോട്ടയത്ത് മാന്നാനം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ബാങ്ക് ഉദ്യോഗം കളഞ്ഞിട്ട് സാറ് പോയത്. അതിൽ നിന്ന് പിന്നീട് രാജ്യത്തെ പല പദവികൾ, സുപ്രധാന പദവികൾ വഹിച്ചു. നയരൂപീകരണത്തിൽ നിർണായകമായ റോളുകൾ അത് പിന്നിൽ നിന്നുകൊണ്ട് ചെയ്തു. ഇപ്പം പ്രചരിക്കുന്ന പല പദ്ധതികളുടെയും പല പരിപാടികളുടെയും പിന്നിൽ സാറിൻ്റെ ആസൂത്രണമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇപ്പം വിദേശ രാജ്യങ്ങളിലേക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് കുട്ടികൾ പോകുന്നു. ഏറ്റവും ഒടുവിൽ CDSൻ്റേതായിട്ട് വന്ന കണക്കനുസരിച്ച് കോടികളാണ് ആ രീതിയിൽ കേരളത്തിന് പുറത്തേക്ക് പോകുന്നത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഇപ്പോൾ നോക്കിക്കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഇന്നലെയും ഇന്നും എങ്ങനെയെന്ന് മനസ്സിലാക്കിയാൽ നാളത്തേക്കുള്ളൊരു കുതിച്ച് ചാട്ടത്തിന് സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കേരളം നിന്ന് മനസ്സിരുത്തിയാൽ മതി, ഈ രാജ്യത്തിൻ്റെ എഡ്യൂക്കേഷണൽ ഹബ്ബായി മാറാനുള്ള എല്ലാ സാധ്യതകളും നമുക്കുണ്ട്. രാഷ്ട്രീയമായ ഇച്ഛാശക്തി വേണം. സമൂഹം ഇതിൽ നിശ്ചയദാർഢ്യത്തോടെ മുന്നിട്ടിറങ്ങണം. അങ്ങനെ വന്നാൽ കേരളത്തിന് ഈ രംഗത്ത് വലിയ കുതിപ്പുകൾ ഉണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അതിനുള്ളൊരു ശ്രമം ഉണ്ടാകുന്നതായി തോന്നുന്നുണ്ടോ? ശ്രമം ഉണ്ടാകേണ്ടിയിരിക്കുന്നു, ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ ഗവർണറും ഈ സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ കേരളത്തിലുണ്ടാകുന്ന ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന പല ഫണ്ടുകളും വിനിയോഗിക്കുന്നതിൽ പല വീഴ്ചകളും വരിക, അത് ലാപ്സായി പോവുകയും ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സാറ് തന്നെ ഇതിൻ്റെ ഒരു കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഫണ്ട് ഗവർണർമാർ മോണിറ്റർ ചെയ്യണമെന്നുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചതായി കേട്ടു. അത് യാഥാർത്ഥ്യമായോ? ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാന ഗവൺമെൻറ് എന്ത് ചെയ്യണം, കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്യണം, സംസ്ഥാനം കേന്ദ്രവും തമ്മിൽ എങ്ങനെ വിഹിതം പങ്കുവയ്ക്കണം എന്നതിനെക്കുറിച്ച് നിർണായകമായ തീരുമാനങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോകുമ്പോൾ ഇപ്പോൾ എൻ്റെ സംസ്ഥാനത്ത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുടെ റിപ്പോർട്ട് അനുസരിച്ച്, റിസർവ് ബാങ്കിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് 1,17,000 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെലവഴിക്കുന്നു, ജനങ്ങൾക്ക് എത്തുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ചുമതല ഗവർണർമാർക്കുണ്ട്. ആ ചുമതല നിർവഹിച്ചു വരുന്നു. ആദ്യമൊക്കെ സംശയം ജനിപ്പിച്ചെങ്കിൽ ഇപ്പോൾ അത് വളരെ സൗമ്യമായ രീതിയിൽ ആ പ്രസ്ഥാനം നടക്കുന്നുണ്ട്. കാരണം ഇതിൽ എന്താ ജനങ്ങൾക്ക് കിട്ടണം, കേന്ദ്രം തന്നാലും സംസ്ഥാനം തന്നാലും അതിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക് കിട്ടണം. അത് സംസ്ഥാന ഗവൺമെൻറ്റും ഗവർണറും യോജിച്ചു നിന്ന് പ്രവർത്തിച്ചാൽ ജനങ്ങൾക്കാണ് അതിൻ്റെ പ്രയോജനം. വിഘടിച്ചു നിന്നാൽ അതിൻ്റെ ബുദ്ധിമുട്ടും ജനങ്ങൾക്കാണ്. അല്ല, ആ രീതിയിലൊരു മോണിറ്ററിംഗ് ഇപ്പോൾ എല്ലാ സംസ്ഥാനത്തേക്കും വരുന്നുണ്ടോ അതോ? നടക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും പശ്ചിമ ബംഗാളിൽ നടക്കുന്നുണ്ട്, ആരുടെ എതിർപ്പ് ഉണ്ടായിട്ടില്ല. ഈ ഗവർണർ പദവി എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ ഇലക്റ്റഡ് ഗവൺമെൻറ്റിനെ വളരെയധികം ഒരു അലവസരം അവരിൽ എപ്പോഴും ഉണ്ട്. ആ ഒരു രമ്യതയിൽ പോകുന്നത് എനിക്ക് തോന്നുന്നു പശ്ചിമ ബംഗാളിൽ സാർ അതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് പലയിടത്തും ആ ഒരു ഒരേ പാർട്ടിയല്ല അധികാരത്തിലുള്ളതെങ്കിൽ, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയല്ല വേറൊരു സംസ്ഥാനത്തുള്ളതെങ്കിൽ അവിടെ എല്ലാം അത്തരത്തിലുള്ള സംഘർഷവും എല്ലാം വരുന്നുണ്ട്. ഇതൊരു ശാശ്വതമായി ഒരു പരിഹരിക്കാൻ കൃത്യമായ നിർവചനങ്ങൾ ആവശ്യമല്ലേ? കൃത്യമായ നിർവചനം ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. ഭരണഘടനയ്ക്ക് 2 വ്യത്യസ്ത ചാനലുകളാണ് ഉള്ളത്. ഒന്ന് എലക്റ്റഡ് ചാനൽ, ഒന്ന് നോമിനേറ്റഡ് ചാനൽ. എലക്റ്റഡ് ചാനലിലൂടെയാണ് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും വരുന്നത്. നോമിനേറ്റഡ് ചാനലിലൂടെയാണ് ഗവർണർ വരുന്നത്. ഒന്നൊന്നിനേക്കാൾ മേലെയാണെന്ന് പറയാനാവില്ല. രണ്ടും ഗവൺമെൻറ് നമ്മുടെ
ഭരണഘടനയിലുള്ള ചെക്സ് ആൻഡ് ബാലൻസസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരിക്കലും നോമിനേറ്റ് ചെയ്ത ഒരു ഗവർണർ തൻ്റെ പരിധിക്കുള്ളിൽ നിൽക്കണം, അത് ശരിയാണ്. പക്ഷേ ഒരു റബ്ബർ സ്റ്റാമ്പാണ് എന്ന് കരുതുന്നത് ശരിയല്ല. ഗവർണർക്ക് വളരെ നിയതമായ ചില കടമകളുണ്ട്, ഡിസ്ക്രിഷണറി പവേഴ്സ്. കാരണം ഇന്ത്യൻ പ്രസിഡൻറ്റിന് പോലും നൽകാത്ത ഡിസ്ക്രിഷണറി പവേഴ്സ് ഗവർണർക്കുണ്ട്. ആ ഡിസ്ക്രിഷണറി പവേഴ്സ് നടപ്പാക്കുന്നതിൽ ഗവർണർ സ്വതന്ത്രനാണ്, സർവ്വതന്ത്ര സ്വതന്ത്രനാണ്. ഗവർണറുടെ ഏക റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഭരണഘടനയാണ്. ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട്, നിയമവാഴ്ചയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു ഗവർണർ പ്രവർത്തിച്ചാൽ ഈ കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബഹുജനം പലവിധം, അത് എപ്പോഴും ഉണ്ടാവും. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, അതിനാണ് ഒരു ഗവർണർ ശ്രമിക്കേണ്ടത്. രണ്ടുപേരും ഒന്നിച്ചു പോയാൽ, പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് തീരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി അഥവാ തീർന്നില്ലെങ്കിൽ വടിയെടുക്കാൻ ഭരണഘടനയുണ്ട്. ഭരണഘടന വളരെ ശക്തമാണ്. ഏറ്റവും ശക്തമായ ഒരു ഭരണഘടന ഇന്ത്യക്കാണുള്ളത്. പിന്നെ ലെസ്റ്റർ ബി പിയേഴ്സൺ കാനഡിയൻ സ്റ്റേറ്റ്സ്മാൻ പറഞ്ഞതുപോലെ, ഇറ്റ് ഈസ് ഈസി ടു ഫ്രെയിം എ കോൺസ്റ്റിറ്റ്യൂഷൻ, ഡിഫിക്കൽട്ട് ടു മേക്ക് ഇറ്റ് വർക്ക്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതുവേ പക്ഷേ രമ്യതയെ പോകുന്നതാണ് സംസ്ഥാനത്തിന് മൊത്തത്തിൽ, ഏതൊരു സംസ്ഥാനമാണെങ്കിലും സംസ്ഥാനത്തിന് ഗുണകരം അതല്ലേ. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ രമ്യതയിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. കോൺഫ്ലിക്റ്റ് ഡസ് നോട്ട് ഗെയിൻ എനിത്തിങ്. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനാണ് ആവശ്യം. അത് നമുക്ക് എന്തൊക്കെ പത്രബന്ധങ്ങൾ എന്തൊക്കെ വന്നാലും ഒരു മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ഒരു 1-on-1 ഡിസ്കഷൻസ് കൂടെ ഉണ്ടായാൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബംഗാളിൻ്റെ അനുഭവവും അതാണ്. ഇപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, അത് നടപ്പിലാക്കാനുള്ള ഒരു തീവ്ര ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ആശയ രൂപീകരണത്തിലൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾ കൂടിയായിരുന്നു അങ്ങെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു ഗുണത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? അതിപ്പോൾ ഒരു തീരുമാനമായി കഴിഞ്ഞു. ഭരണതപ്രജ്ഞനായ നമ്മുടെ മുൻ പ്രസിഡൻറ്റ് ശ്രീ രാംനാഥ് കോവിന്ദിൻ്റെ കീഴിലുള്ള ഒരു കമ്മിറ്റി എടുത്ത തീരുമാനമാണ്. എല്ലാവരുമായും ചർച്ച ചെയ്തതിന് ശേഷം, എല്ലാവരുടെയും അഭിപ്രായം സ്വരൂപിച്ചതിന് ശേഷമാണ് ഇങ്ങനെ തീരുമാനമെടുത്തത്. അതൊരു നല്ല തീരുമാനമാണോ എന്നുള്ളത് ഭാവിയിൽ കാണാം. അതിൻ്റെ ആശയപരമായി നോക്കുമ്പോൾ, താത്വികമായി നോക്കുമ്പോൾ, ഇന്ത്യയെ പോലുള്ളൊരു വലിയ രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത് ഈ 1 നേഷൻ 1 ഇലക്ഷൻ എന്നുള്ളത് ഒരു ക്രിയാത്മകമായ കാൽവയ്പായിട്ടാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത്. പൊതുവെ ഈ ഗവർണർമാരെ അത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള ആക്ഷേപം ഏത് കാലത്തും പ്രതിപക്ഷമായിട്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കാറുണ്ട്. സാറിൻ്റെ അഭിപ്രായം എന്താണ്? അതൊരാശയം മാത്രമാണ്. വ്യക്തിപരമായിട്ട് എൻ്റെ മേൽ യാതൊരു സമ്മർദ്ദവും ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തിയിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നടത്തിയ ഒരു പോഡ്കാസ്റ്റിൽ അദ്ദേഹം വളരെ ഇതായിട്ട് ഒരു ഹൃദയം തുറന്ന് സംസാരിക്കുകയുണ്ടായി. ഞാനൊരു പച്ച മനുഷ്യനാണ്, ഞാൻ ദൈവമല്ല എന്നെല്ലാം പറഞ്ഞ് സംസാരിച്ചു. എന്തു പറയുന്നത് ശ്രീ നരേന്ദ്രമോദി എങ്ങനെ വിലയിരുത്തുന്നു? ഇന്ത്യ കണ്ടിട്ടുള്ള, ജനാധിപത്യ രാഷ്ട്രങ്ങൾ കണ്ടിട്ടുള്ള പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും മികച്ച ഒരു പ്രധാനമന്ത്രിയായിട്ടാണ് അദ്ദേഹത്തെ ഞാൻ വിലയിരുത്തുന്നത്. എല്ലാ പ്രധാനമന്ത്രിമാർക്കും അവരുടെ ചില പ്ലസ് പോയിൻറ്റ്സ് ഉണ്ട്, അതില്ലെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പല പ്രധാനമന്ത്രിമാരുടെയും കീഴിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. ഇദ്ദേഹത്തിൽ ഞാൻ കാണുന്നത് പറയുന്ന കാര്യങ്ങൾ ചെയ്യും, ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ പറയൂ. 2, വിമർശനം കൊണ്ട് കുലുങ്ങില്ല. രാജ്യമാണ് അദ്ദേഹത്തിന് വിളിച്ചത്, നേഷൻ ഫസ്റ്റ്. അത് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവൃത്തികളിലും കാണുന്നുണ്ട്. അതുപോലെ സാമാന്യ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന പദ്ധതികളാണ് നടപ്പാക്കുന്നത്. അത് നേരിട്ട് കൊണ്ട് എത്തിക്കാനും ശ്രമിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഒരു നല്ല പ്രധാനമന്ത്രിയായിട്ടാണ് അദ്ദേഹത്തെ ഞാൻ വിലയിരുത്തുന്നത്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, ഇത് ഇന്ത്യയുടെ സമയമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ ഒരു കുതിച്ചുകയറ്റം, അത് 3ാമത്തെ സാമ്പത്തിക ശക്തിയായി വരാൻ പോകുന്നു. ഇപ്പോൾ ബഹിരാകാശ രംഗം എടുത്താൽ ഏത് മേഖലയിലും ഇന്ത്യ ഒരു വലിയൊരു കുതിച്ചുചാട്ടത്തിലാണ്. ഇത് ഇന്ത്യയുടെ സമയം എന്നാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. യാതൊരു സംശയവുമില്ല. ഇന്ത്യ ഈസ് ഗ്രേറ്റ്, വി ഷുഡ് അസേർട്ട് വി ആർ ഗ്രേറ്റ്. ഇന്ത്യ ഈസ് സ്ട്രോങ്, വി ഷുഡ് അസേർട്ട് വി ആർ സ്ട്രോങ്. ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷനിൽ ഇന്ത്യയുടെ ഒരു വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയ്ക്കുള്ള യശസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സോഫ്റ്റ് പവർ, ആർട്ട്, കൾച്ചർ, ഹെറിറ്റേജ്, അതിലൂടെ ലോകത്തിന് മുൻനിരയിലെത്താൻ ഇന്ത്യക്ക് കഴിയും. അതിനുള്ള പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞു. വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് ഈ പറഞ്ഞ ടാർഗറ്റ് ഡേറ്റിന് മുമ്പ് തന്നെ എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയുടെ മഹത്വം ലോകം അറിയാൻ തുടങ്ങി. എൻ്റെ നാടിൻ്റെ നാവനങ്ങിയാൽ ലോകം ശ്രദ്ധിക്കും കാലം വരുമെന്ന് മലയാളത്തിൽ കവി പറഞ്ഞതുപോലെ ഇന്ന് ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഛണ്ട ഊഞ്ച രഹേഹമാര എന്നുള്ളത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങ് ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റർ എന്നതിനൊപ്പം തന്നെ ഒരു വലിയ എഴുത്തുകാരനുമാണ്. ഇപ്പോൾ ബംഗാൾ എന്ന് പറയുമ്പോൾ കേരളമായിട്ട് പല രീതിയിൽ താരതമ്യമുണ്ട്. 19ാം നൂറ്റാണ്ടിൽ നവോത്ഥാനമൊക്കെ തുടങ്ങി വയ്ക്കുന്ന ബംഗാളിൽ നിന്നാണ്. അത് കഴിഞ്ഞ് ലിറ്ററേച്ചറിലും സിനിമയിലുമൊക്കെ ബംഗാളിൻ്റെ ഒരു യശസ് വളരെ വലുതായിരുന്നു. ഇപ്പോൾ ടാഗോർ തൊട്ടുള്ള പലരും, ഇപ്പോൾ സിനിമ എടുത്ത റേ തൊട്ടുള്ള പലരും, ആ ഒരു ഗ്ലോറി മങ്ങിയോ ബംഗാളിൽ ഇപ്പോൾ ഈ കാലത്ത്? ഒരു നല്ല പരിധി വരെ മങ്ങിയിട്ടുണ്ട്.
ആ പാരമ്പര്യം നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ പുതിയ തലമുറയിൽ അതിനുള്ള നാമ്പുകളുണ്ട്. പ്രഗത്ഭന്മാരും പ്രശസ്തന്മാരുമായി വളരാനുള്ള ആളുകൾ ബംഗാളിലുണ്ട്. അവർക്ക് വളരാനുള്ള അവസരം കൊടുക്കണം. അതാണ് വേണ്ടത്. ഒരു കാലത്ത് പറയാറുണ്ടായിരുന്നു, ഇന്ന് ബംഗാൾ എന്ത് ചിന്തിക്കുന്നു അത് നാളെ ഇന്ത്യ ചിന്തിക്കുമെന്ന്. അത് വളരെ ശരിയാണ്. സാംസ്കാരിക രംഗത്ത്, സാഹിത്യ രംഗത്ത് വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ബംഗാൾ. ഇപ്പോൾ അതിന് മങ്ങലേറ്റിട്ടുണ്ട്. പക്ഷേ ഇത് കാർമേഘ പടലത്തിനിടയിൽ ഒരു രജതരേഖയുണ്ട്. കാർമേഘങ്ങൾ ഓടി ഒളിക്കും, രജതരേഖ തന്നെ കാണാൻ കഴിയും. ബംഗാളിൻ്റെ ഭാവി മുൻപോട്ട് തന്നെ കുതിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെപ്പോഴും പറയാറുണ്ട്, ബാംഗ്ലാർ മാട്ടി, ബാംഗ്ലാർ ജോൽ, ബാംഗ്ലാർ ഫൽ, ബാംഗ്ലാർ ബായു, പുനോഹോക് 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 ഏ ഭഗവാൻ എന്ന്. അത് ശരിയാണ്. ബംഗാൾ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് തന്നെ കുതിക്കുക തന്നെ ചെയ്യും. അതിനുള്ള എല്ലാ സാധ്യതയും അവിടെയുണ്ട്. പ്രോത്സാഹനം കൂടിയേ കഴിയൂ. ഇപ്പോൾ സാറിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സാർ ഒരു ബംഗാളിയായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഈ ബംഗാൾ ഭാഷ ഭയങ്കരധികം ഹൃദിസ്ഥമാക്കി. ഞാൻ ബംഗാളിൻ്റെ ദത്തുപുത്രനാകാൻ ആഗ്രഹിക്കുന്നു. അഡോപ്റ്റഡ് സൺ ഓഫ് ബംഗാൾ. പേര് തന്നെ ആനന്ദ് ബോസ് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അതൊരു ബംഗാളിയാണെന്നുള്ള രീതിയിൽ അതിൽ ആൾക്കാർ ഒരു അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാവും അവിടെ അല്ലേ? ആനന്ദം എന്നതിനർത്ഥം മമത എന്നതിനർത്ഥം ഏതാണ്ട് ഒന്ന് തന്നെയാണ്. അത് ശരി. അതുപോലെ തന്നെ അവിടെ ഈ ബംഗാളി ഭാഷയിൽ കഴിഞ്ഞ തവണ പ്രഭാഷണം നടത്തുകയൊക്കെ ചെയ്തായിരുന്നല്ലോ അല്ലേ? ഭാഷ പഠിക്കുന്നത് എവിടെ വരെ എത്തി? ബംഗാളി ഭാഷയിൽ എന്നെ എഴുത്തിനിരുത്തിയത് അവിടെ ഹാത്തേ കോടി എന്ന് പറയും, ഇവിടുത്തെ എഴുത്തിൻ്റെ അടുത്ത്. മമതാ ബാനർജിയാണ് എനിക്ക് ആദ്യമായിട്ട് ബാലപാഠം തന്നത്. അന്ന് ഞാൻ മമതയോട് പറഞ്ഞു, ഒരു വർഷത്തിനകം ഞാൻ ബംഗാളി പ്രസംഗിക്കും. പക്ഷേ 82ാമത്തെ ദിവസം നടന്നൊരു ചടങ്ങിൽ ആദ്യമായി ഞാൻ ബംഗാളിയിൽ പ്രസംഗിച്ചു. ഇപ്പോൾ 9 പ്രസംഗങ്ങൾ ബംഗാളിയിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ പ്രിപ്പയർ ചെയ്തതിന് ശേഷം പറ്റുള്ളൂ. എങ്കിലും അവർ പറയുന്നത് ഈ ബംഗാളി പ്രൊനൗൺസിയേഷൻ കിട്ടാൻ വിഷമമാണ്. പക്ഷേ എനിക്കത് ബുദ്ധിമുട്ടായിട്ട് വരുന്നില്ല. ഒരിക്കൽ കൽക്കട്ട സർവകലാശാലയിൽ കോൺവൊക്കേഷൻ ടെസ്റ്റ് ബംഗാളിയിൽ നടത്തി. അപ്പോൾ ഒരു പ്രൊഫസർ പറഞ്ഞു, ഇദ്ദേഹം ബംഗാളി തന്നെയാണ്. അല്ല എന്ന് പറഞ്ഞാൽ അല്ല എങ്കിൽ പ്രവാസി ബംഗാളി ആയിരിക്കുമെന്ന്. അതൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു ഭാഷ വശത്താകുന്നത്. മുഖ്യമന്ത്രി മമതാ ബാനർജി ഒരു ചിത്രകാരിയും കവിയും ഒക്കെയാണല്ലോ. ഒരു ചിത്രകാരിയാണ്, കവിയാണ്, അതുപോലെ നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്, ഡാൻസ് ചെയ്യും. എൻ്റെ ഹാത്തേക്കോടിക്ക് പാട്ട് പാടി ഡാൻസ് ചെയ്തു. ശരി. പൊതുവേ ഈ വയലൻസും ഇതെല്ലാം ഉണ്ടെങ്കിലും ബംഗാളികൾ ഈ പഴയ അവരുടെ പിന്നെ ഒരു കൾച്ചർ അത് ഹൃദയത്തിൽ ഇപ്പോഴും ഉണ്ടെന്നില്ലേ? ഒരു ബംഗാളിയെ ഒരു ഒട്ടുസൂചി കൊണ്ടൊന്ന് പോറിയാൽ ആദ്യം ഒഴുകുന്ന സംസ്കാരമായിരിക്കും, പിന്നെയായിരിക്കും രക്തം വരിക. അത്രത്തോളം സംസ്കാരത്തെ അധിഷ്ഠിതമാണ് ബംഗാളിൻ്റെ മനസ്സ്. പക്ഷെ വികസനത്തിൽ ബംഗാൾ വളരെ പിന്നിപ്പോയില്ലേ? വികസനത്തിൽ പിന്നിലാണ്. അത് കാരണം നമ്മളിപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ എവിടെ നോക്കിയാലും ഈ ജോലിക്ക് വേണ്ടി വരുന്നത് ബംഗാളിൽ നിന്നുള്ള ആൾക്കാരാണ് കൂടുതൽ. അന്നേരം തൊഴിൽ സാധ്യത ഇല്ലാതാകുമ്പോഴാണല്ലോ സ്വാഭാവികമായിട്ടും ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പ്രയാണം നടത്തുന്നത്. അതൊരു സാമൂഹ്യ സാമ്പത്തിക യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയ യാഥാർത്ഥ്യമായി രാഷ്ട്രീയക്കാർ അംഗീകരിക്കുന്നില്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. തൊഴിലില്ലായ്മ വ്യാപകമായി ഉണ്ടാകുന്നു. എഴുത്ത് ഇപ്പോൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു? എല്ലാ ദിവസവും എഴുതാൻ കഴിയുന്നുണ്ട്. രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേക്കും. ഏതാണ്ട് ഒരു 8 മണി വരെ അവിടെ ഓഫീസിൽ ആരും വരില്ല. ഒരു 5 മണിക്കൂർ എഴുതാൻ മാത്രം കിട്ടും. അതുകൊണ്ട് എല്ലാ ദിവസവും എഴുതാറുണ്ട്. പുതിയ പുസ്തകങ്ങൾ പുറത്തു വരുന്നുണ്ടോ? ഗവർണറായതിനു ശേഷം 10 പുസ്തകങ്ങൾ വെളിയിൽ വന്നു. 3 പുസ്തകങ്ങൾ ഇപ്പോൾ പ്രിൻറ്റിങ്ങിലുണ്ട്. മൊത്തം 73 പുസ്തകമായി. ഈ എഴുത്തിലേക്ക് ഇപ്പം സാറ് സർവീസ് ആരംഭിക്കുമ്പോൾ കളക്ടർ എന്നുള്ള നിലയിൽ തന്നെ വളരെ തിരക്കേറിയായിരുന്നു. പിന്നീട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അങ്ങനെയുള്ള പല പദവികൾ ഇവിടെയും കേന്ദ്രത്തിലും വളരെ സുപ്രധാനമായ ചുമതലകളും വഹിച്ചു. അന്നേരം ഈ എഴുത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത് ഏത് രീതിയിലായിരുന്നു? എഴുത്തിലേക്ക് ഞാൻ ചെറുപ്പകാലം മുതൽ എഴുതുമായിരുന്നു. പക്ഷേ എഴുത്തൊരു ഗൗരവമായ വിഷയമായി എടുത്തത് കൊല്ലത്ത് കളക്ടറായിരുന്നപ്പോൾ അന്ന് ശ്രീ NV കൃഷ്ണമായിരുന്നു അവിടുത്തെ ഒരു പ്രമുഖ പത്രത്തിൻ്റെ പ്രസിദ്ധീകരണത്തിൻ്റെ എഡിറ്ററായിരുന്നു. അതും ഒരിക്കൽ എന്നോട് ചോദിച്ചു, കളക്ടർ നല്ലതുപോലെ പ്രസംഗിക്കുമല്ലോ, എന്താ എഴുതാത്തത്? അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ എഴുതാൻ സമയം കിട്ടാറില്ല. അദ്ദേഹം പറഞ്ഞു, എഴുതാൻ സമയം വേണ്ട, മനസ്സ് മതി. അതെൻ്റെ എഴുത്ത് ജീവിതത്തിലൊരു ടേണിംഗ് പോയിൻ്റായിരുന്നു, വഴിത്തിരിവായിരുന്നു. കാരണം ഇപ്പോഴെനിക്ക് തോന്നുന്നു മനസ്സ് ആശയഗർഭം ധരിച്ചു കഴിഞ്ഞാൽ പ്രസവിക്കാതെ വയ്യ. അത് ഒരു സ്വാഭാവികമായ പ്രക്രിയയാണ്. എഴുതാൻ സമയം വേണ്ട, സമയം എവിടെയും കിട്ടും. ഞാൻ ഫ്ലൈറ്റിലിരുന്ന് എഴുതിയിട്ടുണ്ട്, ലൗഞ്ചിലിരുന്ന് എഴുതിയിട്ടുണ്ട്, കോൺഫറൻസ് റൂമിലിരുന്ന് എഴുതിയിട്ടുണ്ട്. എഴുത്തെപ്പോൾ മനസ്സിലിരിക്കുന്നു അപ്പോൾ എഴുതാൻ കഴിയും. എഴുതുക കൈകൊണ്ട് ഞാൻ എഴുതാറായിട്ട് വർഷങ്ങളായി. പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പം മെഷീനിലേക്ക് ഡിക്റ്റേഷൻ കൊടുക്കാം, ആരെങ്കിലുമൊക്കെ പലര് ടൈപ്പ് ചെയ്ത് കൊണ്ടുത്തരും. എഴുത്ത് മുറയ്ക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ കോട്ടയം ഒരു അക്ഷര നഗരം എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന നഗരമാണ്. പക്ഷേ ഈ വായനയിലേക്ക് എങ്ങനെ വന്നു? സാറ് ലിറ്ററേച്ചർ ഏതാണ്ട് അരച്ച് കലക്കി കുടിച്ചപ്പോഴാണ് സാറിൻ്റെ പ്രസംഗങ്ങൾ കേട്ടാൽ മനസ്സിലാവും. ഈ വായനയിലേക്കുള്ള താല്പര്യം ജനിച്ചത് എങ്ങനെയായിരുന്നു?
വായനയ്ക്കുള്ള താല്പര്യം ഞങ്ങൾ വീട്ടിൽ 8 സഹോദരി സഹോദരന്മാരുണ്ട്. രാത്രി കിടക്കുന്നത് ചുറ്റുവരാന്തയിലാണ്. അപ്പോൾ മുത്തച്ഛി പറയും, കലവല നിർത്ത് പിള്ളേരെ അക്ഷരശ്ലോകം തുടങ്ങുക. അങ്ങനെ അക്ഷരശ്ലോകത്തിനായിട്ട് കവിതകൾ വായിക്കും. പിന്നെ പറയും കഥ പറയുക. അങ്ങനെ രാമായണം, മഹാഭാരതം ഇതൊക്കെ ചെറുപ്പം മുതലേ വായിച്ചു തുടങ്ങിയ ശീലമായി. അതുപോലെ സ്കൂളിൽ വെച്ച് ക്രിസ്തുരാജൻ മാസിക, കർമ്മലോകം മാസിക, അതങ്ങനെയാണ് ബൈബിൾ പഠിച്ചത്. പിന്നെ പ്രസംഗ മത്സരത്തിന് പോകുമായിരുന്നതുകൊണ്ട് ചെറിയ ചെറിയ അറിവുകൾ കിട്ടിയാലേ പ്രസംഗ മത്സരത്തിന് ഉപയോഗപ്പെടുത്തുള്ളൂ. അതെവിടെയെങ്കിലും തേടി പിടിക്കുക അന്ന് തന്നെ ഒരു പതിവായി. പിന്നെ ഈ വായനശാലകളിൽ പോകുമായിരുന്നു, ഗ്രാമീണ വായനശാലകൾ. 2-3 കിലോമീറ്ററൊക്കെ നടന്നാണ് പോകുന്നത്. അവിടെ പുതിയ പുസ്തകങ്ങളെടുത്ത് വായിക്കും. ആ വായന വീട്ടിൽ എല്ലാവരുടെയും ഒരു ശീലമായിരുന്നു. പിന്നെ അടുക്കളയിൽ കുസൃതി കാണിക്കുമ്പോൾ അച്ഛൻ എന്നെ വിളിച്ചിട്ട് ഒരു 60 തുള്ളൽ കഥകൾ എടുത്തു തരും, അത് വായിക്കാൻ പറയും. അങ്ങനെയൊക്കെയാണ് വായനയിലേക്ക് ആഭിമുഖ്യം ഉണ്ടായത്. ഈ ഇപ്പോഴത്തെ മലയാള സാഹിത്യരംഗം നിരീക്ഷിക്കുന്നുണ്ടോ? പുതിയ ആൾക്കാരെ നോക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അത് പറഞ്ഞാൽ ഉള്ളൂരും വള്ളത്തോളും കുമാരനാശം ഉണ്ടായിരുന്ന കാലം. അതിനുശേഷം സാഹിത്യകാരന്മാരുണ്ടായിട്ടുണ്ട്. OB വിജയനും കാക്കനാടനും എം മുകുന്ദനും ഒക്കെ ഉൾപ്പെട്ട കാലം. കേരളത്തിൻ്റെ ഏറ്റവും വലിയ വസന്തം എന്ന് പറയുന്നത് MT വാസുദേവൻ നായരായിരുന്നു. അക്കാലവും കഴിഞ്ഞു. ഇപ്പോൾ ഒരു ചെറിയ ശൂന്യത അനുഭവപ്പെടുന്നുണ്ട്. മഹാരഥന്മാരൊക്കെ മറഞ്ഞു കഴിഞ്ഞു. എന്നാൽ പുതിയ എഴുത്തുകാർ വരുന്നുണ്ട്. ദേ ഹാവ് ടു പ്രൂവ് ദംസെൽസ്. അത് ഈ വൃത്തിക്ഷയങ്ങൾ സൂര്യചന്ദ്രന്മാർക്ക് മാത്രമല്ല സാഹിത്യത്തിലും ഉണ്ടാവാറുണ്ട്. ഇംഗ്ലണ്ടിലും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഷേക്സ്പിയറിന് ശേഷം എലിസബത്തൻ ഏജ് ഇൻ ലിറ്ററേച്ചർ, അതുപോലെ റോമിൽ അഗസ്റ്റിൻ ഏജ് ഇൻ ലിറ്ററേച്ചർ. അതിനുശേഷം ഒരു താഴ്ചയുണ്ടായി. ഇത്രയധികം മഹാരഥന്മാർക്ക് ശേഷം വരുന്നവർക്കൊരു മഹത്വം ഇല്ലെന്നൊരു തോന്നൽ വരും. പക്ഷെ അതും മാറി മാറി വരുന്നുണ്ട്. ജോൺ ഡൺ, ഹോപ്കിൻസ്, ഇവരാരും കവികളല്ല എന്ന് കരുതിയിരുന്നൊരു കാലമുണ്ട്. എന്നാൽ ഇന്ന് കവികളുടെ മുകളിലേക്ക് അവരെ കൊണ്ടുവച്ചിരിക്കുന്നു. അതുപോലെ വൃത്തിക്ഷയങ്ങൾ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു അതുപോലൊരു സ്വാഭാവികമായ വൃത്തിക്ഷയം മാത്രമേ മലയാള സാഹിത്യത്തിൽ വന്നിട്ടുള്ളൂ. പുതിയ പുതിയ സാഹിത്യകാരന്മാർ വരും തലമുറയിൽ നിന്ന്, തലമുറ, ന്യൂ ജനറേഷൻ, അവരിൽ നിന്ന് വളരെയധികം പ്രതീക്ഷിക്കാനുണ്ട്. അവരൊക്കെ വളരെ വളരെ പ്രതിഭാധനരായ പലരുമുണ്ട്. അവരൊക്കെ ഇനി വെളിയിലേക്ക് വരണം. അത് വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സിവിൽ സർവീസിലേക്ക് പോകണമെന്നുള്ളൊരു ചിന്ത വന്നത് എങ്ങനെയായിരുന്നു? സിവിൽ സർവീസിൽ ഞാൻ MAക്ക് പഠിക്കുമ്പോൾ അധ്യാപകർ പറയും നീ IAS എഴുതണം. പക്ഷേ അതിനിടയ്ക്ക് സ്റ്റേറ്റ് ബാങ്കിൽ ജോലി കിട്ടി. അതൊരു നല്ല ജോലിയായിരുന്നു. 3-4 കൊല്ലം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് ബാങ്കിങ് എനിക്ക് പറ്റുന്നതല്ലാന്ന് തോന്നിയപ്പോൾ പിന്നെ ഇനി എന്താ മാർഗം? അപ്പോൾ ഏക മാർഗ്ഗമുള്ള IAS. അങ്ങനെ IAS എഴുതി IASൽ കയറി. ഇപ്പോൾ ഈ പുതിയ തലമുറയ്ക്ക് ഇപ്പം വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. അന്നേരം പക്ഷേ ആ രീതിയിലുള്ള ഒരു മാർഗനിർദ്ദേശം അവർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം താഴേക്കിടയിലുള്ള LKG ക്ലാസ് തൊട്ട് ഭയങ്കരമായ പഠനഭാരം, അല്ലെങ്കിൽ അവർക്ക് തൂക്കിക്കൊണ്ടുപോകേണ്ട ബാഗ് ഉൾപ്പെടെ ഒരു കുട്ടിക്ക് താങ്ങാവുന്നതിലേറെയാണെന്നുള്ള ആ സ്ട്രെസ്സ് വലിയ രീതിയിലേക്ക് വർദ്ധിച്ചു വരുന്നുണ്ട്. അതൊക്കെ മാറ്റിയെടുക്കാൻ എന്താണ് വേണ്ടത്? അത് വളരെ ശരിയാണ്. ഈ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കുക, എൻ്റെ മകൻ 1ാം സ്ഥാനത്തെത്തണം എന്ന് മാതാപിതാക്കൾ തീരുമാനിക്കുക, കുട്ടികളുടെ മേൽ സമ്മർദ്ദം ചെയ്ത്, അതിപ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട്. ഈ പണ്ടത്തെ നാടകഗാനത്തിൽ പറഞ്ഞ ദുഃഖഭാരം ചുമക്കുന്നത് ദുശകനമാണ് ഞാൻ എന്ന് പറയുന്ന കുട്ടികൾക്ക് തോന്നുന്നുണ്ട്. കുട്ടികളെ സ്വതന്ത്രമായിട്ട് വിടണം. ഖലീൽ ജിബ്രാൻ പറയുന്നത് കുട്ടികൾക്ക് സ്നേഹം കൊടുത്തുള്ള എന്തും കൊടുത്തുള്ള, പക്ഷേ അവരുടെ മനസ്സ് അവർക്കാണ്. അവരുടെ മനസ്സിൽ കയർന്നു കൂടാൻ മാതാപിതാക്കൾ ശ്രമിക്കരുത്. കുട്ടികളെ അവരുടെ വഴിക്ക് വിടണം. യേശുദേവൻ പറഞ്ഞതുപോലെ കുട്ടികളെ തടയരുത്, അവരെ എൻ്റെ അടുത്തേക്ക് വിടുക. വാക്കുകൾ കൂട്ടിച്ചെല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങളെന്ന് കവി പറഞ്ഞത് ശരിയാണ്. കുട്ടികൾക്കൊരു മനസ്സുണ്ടെന്നും ആ മനസ്സ് തുറക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കണം മാതാപിതാക്കൾ ചെയ്യേണ്ടത് എന്നൊരു തോന്നൽ മനസ്സിന് വരണം. അല്ല കുട്ടികളെ കാർബൺ കോപ്പിയാക്കാൻ ശ്രമിക്കുന്ന പല മാതാപിതാക്കളുടെ ശ്രമം ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ക്യാമ്പസുകളെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം ഇപ്പോൾ ലഹരിയുടെ ഉപയോഗമാണ്. കേരളത്തിൽ അടുത്തിടെ നടന്ന ഒരു പഠനത്തിൽ ഏതാണ്ട് 60% ക്യാമ്പസുകളിൽ ലഹരിയുടെ വ്യാപനം ഉണ്ടെന്നാണ്. അത് വലിയൊരു പുതിയ തലമുറയെ ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണല്ലോ. അത് വളരെയധികം ദോഷം ചെയ്യുന്നൊരു കാര്യമാണ്. അത് നിയന്ത്രിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം ഒരു പക്ഷേ പണ്ടൊരിക്കൽ അമേരിക്കയ്ക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ ലഹരിയിൽ നിന്നും വിമുക്തി നേടേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുണ്ട്. ബംഗാളിലും ഇതൊരു വലിയ പ്രശ്നമാണ്. അത് മുളയിലെ നുള്ളിയെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം രക്ഷപ്പെടൂ, ഭാവി തലമുറ രക്ഷപ്പെടൂ. ബംഗാളിലും ഇതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ബംഗാളിലും വലിയ പ്രശ്നമുണ്ട്. എന്ന് മാത്രമല്ല ബംഗാളിൽ ലഹരി പദാർത്ഥങ്ങൾ കടത്തുന്നത് ബംഗ്ലാദേശ് ബോർഡറിലൂടെയാണ്. ധാരാളം ലഹരി പദാർത്ഥങ്ങൾ ഇന്ത്യയുടെ മറ്റ് സ്ഥലങ്ങളിലേക്ക് വരുന്നതും ബംഗാൾ വഴിയാണ്.
അല്ല, ആ ഒരു അതിർത്തി എന്നുള്ള ഒരു വലിയ ഇത് ഉണ്ട്. ഉണ്ട്. അത് ബംഗ്ലാദേശിൽ നിന്ന് തന്നെ ഇപ്പോൾ കൊച്ചിയിലേക്കും ഒക്കെ വരുന്നുണ്ടെന്നാണ് പല സ്ഥലങ്ങളിലേക്കും ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട്. ഇപ്പം കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഇപ്പോൾ കെ കരുണാകരനുമായിട്ടും ഇ കെ നായനാരുമായിട്ടൊക്കെ വളരെ ഹൃദയബന്ധം സൂക്ഷിച്ചിരുന്നു. ആ രീതിയിൽ ഇപ്പോഴും ദേശീയ തലത്തിലും ആ രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. ഈ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിൻ്റെ ഒരു കെമിസ്ട്രി എന്താണ്? അത് എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു കാര്യമാണ്. എനിക്ക് ആരുമായിട്ട് ശത്രുത പുലർത്തുന്നത് ഇഷ്ടമില്ല എന്ന് മാത്രമല്ല, കോൺഫ്ലിക്റ്റ് ഡസ് നോട്ട് റിസൾട്ട് ഇൻ എനിത്തിങ് പോസിറ്റീവ് എന്നൊരു ധാരണ എനിക്കുണ്ട്. ആരെയും ശത്രുവായിട്ട് കാണുന്നതിൽ എനിക്ക് താല്പര്യമില്ല. എന്തെങ്കിലും ചെറിയ ചെറിയ സ്വരച്ചേർച്ചയില്ലായ്മയുണ്ട്, പറഞ്ഞു തീർക്കുക, സൗഹൃദം സ്ഥാപിക്കുക, അതുകൊണ്ടേ നേടാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. രണ്ട് തരം ആളുകളുണ്ട്. ഒരു കൂട്ടർ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും, മറ്റു ചില പ്രശ്നങ്ങളിൽ പരിഹാരത്തിൽ പ്രശ്നം കാണും. എനിക്ക് ഒന്നാം തരം കൂട്ടരാണ് ഇഷ്ടം. എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട്. തക്കതായ പരിഹാരം എന്തെന്ന് തേടിപ്പിടിക്കാൻ കഴിയണം. അതാണ് ഒരാളുടെ സാമർഥ്യം. അത് മനസ്സിൻ്റെ നന്മ ഉണ്ടായിരിക്കണം. സാർ ഒരു എഴുത്തുകാരൻ കൂടിയായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ മനുഷ്യൻ്റെ ജീവിതത്തോടുള്ള ആർത്തി അല്ലെങ്കിൽ പണത്തോടുള്ള ആർത്തിയൊക്കെ വളരെ വർദ്ധിക്കുകയും മനസ്സംഘർഷം കൂടുകയും ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ആൾക്കാർക്ക്? പുതിയ തലമുറയ്ക്ക് മനസ്സംഘർഷം കയറുന്നുണ്ട്. ചെറിയ ചെറിയ കാലം പോലും അവരെ അലട്ടുന്നു. ഇത് ദൈവം മുകളിലുണ്ട് എന്നുള്ളൊരു വിശ്വാസം എല്ലാം ദൈവത്തിന് കൊടുക്കുന്നൊരു ശൈലി ഉണ്ടായിരുന്നു. അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഞാൻ അയ്യപ്പ പണിക്കരെ പറഞ്ഞ ഞാനപ്പാനെ പോലും ഞാനപ്പാനയാക്കി മാറ്റുകയാണ്. ഞാനുള്ളവരുടെ സൗരയുധം നിലനിൽക്കുന്നു എന്നുള്ള തോന്നലാണ്. അതൊന്നും മാറേണ്ടതുണ്ട്. ഈ സെൽഫിഷ്നെസ്, ഈ സെൽഫ് സെൻറ്റേർഡ് ആറ്റിറ്റ്യൂഡ് അത് മാറി കുറച്ചൊക്കെ വിശാലമായിട്ട് ചിന്തിക്കുകയും ചില കാര്യങ്ങളൊക്കെ വരുന്നിടത്ത് വെച്ച് കാണുക എന്നുള്ളൊരു തോന്നൽ വേണം. അല്ലാതെ എല്ലാ കാര്യങ്ങളും മനസ്സിനെ അലട്ടാനും ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി നീറാനും ശ്രമിക്കുന്നത് ശരിയല്ല. ഒരു പുകയുന്ന തലമുറ വളർന്നു വരുന്നതെന്ന് കാണുന്നത് ശരിയല്ല. നാം തന്നെ നമ്മെ നിയന്ത്രിക്കാൻ പഠിക്കണം. ഈശ്വരനിൽ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാം, പ്രത്യയശാസ്ത്രങ്ങൾ വിശ്വസിക്കുന്ന അവിടെ വിശ്വസിക്കാം, എവിടെയെങ്കിലും വിശ്വസിക്കണം. പുതിയ തലമുറയോട് അതാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാ ആശംസകളും. വളരെ നന്ദി.